മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് വിൻസെന്റിൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിരിക്കുന്ന സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ ജോസ് പയ്യപ്പള്ളി CMI, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛ, സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ വക്കച്ചൻ കുമ്പയിലാണ്. അച്ഛ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിസ്റ്റർ, നമ്മൾ ഒരു ആശങ്ക നിറഞ്ഞ ഒരു സ്വഭാവം, എന്തിനും പേടിയാണ്, എന്തെങ്കിലും ചെയ്യാനും ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ ടെൻഷൻ കാരണം അത് നിർത്തിയിട്ട് പോരുന്ന അവസ്ഥ, ഇത് എന്താണ് ഈ ഒരു സ്വഭാവത്തിന് നമ്മൾ പറയുന്നത്? സാധാരണയായിട്ട് ഒരു ഭയം, ഉത്കണ്ഠ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഭയം എന്ന് പറയുമ്പോൾ, അതായത് ഫിയർ എന്ന് പറയുമ്പോൾ അതിനൊരു റാഷണൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പേടിക്കുന്നു, ആ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അപകടകരമാണ്. അപ്പം അപകടകരമായ ഒരു കാര്യത്തെ നമ്മൾ പേടിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതൽ നമുക്ക് എടുക്കുവാനും അതിനെ എങ്ങനെ മറികടക്കണമെന്ന് ചിന്തിച്ച് മറികടക്കാനും സാധിക്കും. അപ്പോൾ അതിന് ഒരു ഭയത്തിനൊരു കാരണം അവിടെ ഉണ്ടാകും. എന്നാൽ ഉത്കണ്ഠ, ആശങ്ക, അതായത് ഒരു ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഈ ഭയമുണ്ട്, പക്ഷേ ഈ ഭയത്തിനൊരു കാരണമില്ല. അകാരണമായിട്ട് നമ്മൾ പറയും ഇറാഷണൽ ആൻഡ് ഇല്ലോജിക്കൽ എന്ന് പറയും. അതിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്ന ഒരു കാരണമില്ലാതെ അനാവശ്യമായിട്ടുള്ള ഒരു ഭയത്തെയാണ് നമ്മൾ ഈ ആശങ്ക, ഉത്കണ്ഠ എന്നൊക്കെ പറയുന്നത്. അതിനെ ഒരു സൈക്കോളജിക്കൽ ഒരു ടേമിൽ നമ്മൾ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും. ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ തന്നെ, നമ്മൾ ആങ്സൈറ്റി സ്പെക്ട്രത്തിൽ തന്നെ കുറേ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഈ ആങ്സൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലായത് ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അതായത് എല്ലാ കാര്യങ്ങളിലും പൊതുവെ ഉത്കണ്ഠാപരമായിട്ടുള്ള, ആശങ്കപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ. അപ്പോൾ അതിനെ ഒരു ആങ്സൈറ്റി ഡിസോർഡർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരം ആൾക്കാർ സിസ്റ്ററിൻ്റെ അടുത്ത് വരാറുണ്ടോ? നമുക്ക് ആശങ്ക മൂലമുള്ള ഒത്തിരി പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കാറുള്ളത്. കാരണം അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, എനിക്കൊരു ആശങ്കയുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഇതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടിയൊക്കെ ഒരു ഇൻസൈറ്റ് ഓറിയൻറ്റേഷനുണ്ട്. ആ വ്യക്തി തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വ്യക്തിക്ക് തന്നെ ഇതിനെ ഓവർകം ചെയ്യണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ ഇടുക്കയിലേക്ക് കൂടുതൽ പേരും ഈ ആങ്സൈറ്റി സ്പെക്ട്രം ഡിസോർഡറിലെ ആൾക്കാരാണ് വരാറുള്ളത്, പ്രത്യേകിച്ച് ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ. ഫുൾ ടൈം ടെൻഷൻ ആയിരിക്കും അല്ലേ? ഫുൾ ടൈം ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ അനുദിന ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നമുക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പം ആ ടെൻഷൻ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ആ ടെൻഷനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിന് കാരണമില്ല. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി എന്നൊക്കെ പറയും. അതായത് എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു പേടിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വല്ലാത്തൊരു സമ്മർദ്ദ അവസ്ഥയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. വാസ്തവത്തിൽ നമ്മളെ ഈ ഒരു പരിധി വരെ എല്ലാ മനുഷ്യരും ആ ഒരു ആങ്സൈറ്റി, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം നന്നായി ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം നൽകുന്നു. നാളത്തെ കാര്യം എന്താവാമോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് നോട്ട് ചെയ്ത് വെച്ചു. ചിലത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും എന്ത് നിസാര കാര്യം തൊട്ട് വലിയ കാര്യങ്ങൾ വരെ ചെയ്യുമ്പോൾ ആ ഒരു ഉത്കണ്ഠ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പോസിറ്റീവ് സൈഡ് ഉണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു അങ്ങേയറ്റത്തെ ഒരു ഭാവം അല്ലേ? അതാണ് സിസ്റ്റർ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, അച്ഛൻ പറഞ്ഞ പോലെ ഏതൊരു കാര്യവും നമുക്കതിൻ്റെ ഒരു റിസൾട്ടിലേക്ക്, പരിപൂർണതയിലേക്ക് എത്തിക്കാൻ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അപ്പം അത് ചെയ്യാനുള്ള ആ ഒരു ഊർജം കിട്ടുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ആങ്സൈറ്റിയിൽ നിന്നാണ്. പക്ഷേ എപ്പോഴും ഈ ആങ്സൈറ്റി അമിതമായി വരുന്നു, അതുകൊണ്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ.
അതാണ് നമുക്ക് ഈ ഒരു ആങ്സൈറ്റി സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമാറ്റിക്കലി പലതിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വ്യക്തിക്ക് ഉണ്ടാവുമല്ലോ സത്യത്തിൽ. പിന്മാറുന്ന അവസ്ഥ. കാരണം ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഡിഫൻസ് എന്ന് പറയുന്നത് പിന്മാറുന്നതാണ്, വിഡ്രോവലാണ്. അവർ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക, പിന്നീട് ആ മാറി നിൽക്കുന്നിടത്തേക്ക് പിന്നെ കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ. അത് ചെയ്യാൻ പറ്റാത്ത മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു ന്യായം അതിന് കണ്ടുപിടിക്കുക. എനിക്ക് അതിന് ചെയ്യാനുള്ള ഒരു ഊർജമില്ല, അതിനുള്ള പ്രാപ്തിയില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് മാറുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഡിപ്രഷനിലേക്കോ മറ്റു രോഗങ്ങളിലേക്ക് പോലും പോകുന്നില്ല. ഉണ്ട്. ഈ ആങ്സൈറ്റി ഒരു ക്രോണിക് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അത് സൈക്കോളജിക്കലായിട്ടുള്ള മറ്റു പല ഡിസ്ട്രെസ്സിലേക്കും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിപ്രഷൻ പോലെയുള്ള, അച്ഛൻ പറഞ്ഞതുപോലെ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പേഴ്സൻ്റെ ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബ ജീവിതത്തിൻ്റെ സാധ്യതകൾ അതുപോലും ചിലപ്പോൾ മറികടന്ന് പോകുന്ന തരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ കർത്താവ് കൃത്യം ചോദിച്ചിട്ടുണ്ട് മത്തായി 6:27 ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം 1 മുഴം കൂടി കൂട്ടാൻ നിനക്ക് സാധിക്കുമോ? വെറുതെ അസ്വസ്ഥപ്പെട്ടിരിക്കാന്നില്ലേ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ആങ്സൈറ്റി ഡിസോർഡറിൽ ഒരാളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇതെല്ലാം അവർക്ക് അറിയാം, പക്ഷെ അതിനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ ഫിസിയോളജിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുക, അതുപോലെ തന്നെ വിയർക്കുക, ഒരു കാര്യം പറയാനായിട്ട് സാധിക്കാതെ വരിക, തല കറങ്ങിപ്പോവുക. അപ്പോൾ ഫിസിയോളജിക്കൽ ആസ്പെക്റ്റുകളും വരുന്നുണ്ട്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകളും. അതൊക്കെ ഒരു ആങ്സൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മൾ ചില ഈ ഡിസോർഡറുകൾ എടുക്കുമ്പോൾ അതിൻ്റെ റീസൺ ആങ്സൈറ്റി ആയിരിക്കും. ആങ്സൈറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഫിസിയോളജിക്കൽ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസസിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അവരുടെ ഒരു എൻഡോക്രോണോളജി സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ്. പക്ഷേ ഇത് ഇവരിൽ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതവരുടെ അനുദിന ജീവിതത്തെ സാരമായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് ഏതൊരു കാറ്റഗറിയിലാണ്, അല്ലെങ്കിൽ കുട്ടികളിലാണോ അല്ലെങ്കിൽ മുതിർന്നവരിലാണോ കൂടുതൽ കണ്ടുവരുന്നത്? ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് ഇതിൻ്റെ ഒരു ജെൻഡറിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രായത്തിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റു ഒരു കാര്യങ്ങളുടെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടികൾക്കും ആങ്സൈറ്റി ഉണ്ട്, ചൈൽഡ്ഹുഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒത്തിരി ഉണ്ട്. പക്ഷേ അവരുടെ മാനിഫെസ്റ്റേഷൻ, അതായത് അവരനുഭവിക്കുന്ന ഈ ആങ്സൈറ്റിയെ അവരുടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് വ്യത്യാസമുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൂടുതലും അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. സിസ്റ്റർ ഇത് പറയുമ്പോൾ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും കണ്ട് ഭയക്ക അങ്ങനെയുള്ളവർക്ക് പിന്നീട് വരുമ്പോൾ ആ ഒരു ഭയം കൊണ്ട് വരും. ഭയം കൊണ്ടും ഈ ഒരു ആങ്സൈറ്റിയിലേക്ക് വരുന്നതുണ്ട്. പക്ഷേ ആ ഒരു ഭയം കൊണ്ട് മാത്രമാണ് ഈ ആങ്സൈറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ആങ്സൈറ്റിയിൽ തന്നെ നമ്മൾ നോക്കേണ്ട സ്റ്റേറ്റ് ആങ്സൈറ്റി, ട്രേറ്റ് ആങ്സൈറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ തരംതിരിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ ഒരു സമയം അനുഭവിക്കുന്ന ആങ്സൈറ്റി, അതിനെ നമുക്ക് മെഷർ ചെയ്യാനുള്ള സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഉണ്ട്. ട്രേറ്റ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആയിട്ട് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ട്രേറ്റ്. നമ്മളിപ്പോൾ ചിലപ്പോൾ പറയാറില്ലേ, അത് അവരുടെ വീട്ടിലെല്ലാവരും തന്നെ ടെൻഷനുള്ള കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റിയാണ്. അപ്പം അവിടെയും നമ്മൾ ഓർക്കണം, ഈ ഒരു ട്രേറ്റായിട്ട് കിട്ടിയിരിക്കുന്ന ആങ്സൈറ്റി അവർക്ക് ജനറ്റിക്കലി ഉണ്ട്. അതിനോടൊപ്പം തന്നെ സാഹചര്യങ്ങളിലും ഇതുപോലെ ആങ്സൈറ്റി ഉണ്ട്. ഇപ്പം അമ്മ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ തന്നെ കുട്ടികളിൽ ആദ്യം ജനിപ്പിക്കുന്നത് ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്നൊരു ഡിറ്റർമിനേഷൻ അല്ല, മറിച്ച് അത് പറ്റുമോ നിനക്ക്, പേടി വരുന്നു, ഒരു പരീക്ഷ വരുന്നു. ഇത് വളരെ പ്രകടമായിട്ട് ചിലപ്പോൾ കുട്ടികളുടെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ മാതാപിതാക്കൾ പുറകെ അവിടെ ഉള്ളത് ഭയങ്കര ടെൻഷൻ, അല്ലെങ്കിൽ ഭംഗിയായിട്ട് നടക്കും. പിള്ളേരുടെ പുറകെ നടക്കല്, ഭക്ഷണം കൊടുക്കല്, വെറുതെ തൊട്ടു നോക്കല്, തുടക്കല്, സത്യം പറഞ്ഞാൽ അത് തന്നെ ടെൻഷനാണ്. ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്ന ചില ആങ്സൈറ്റി പുറകെ നടക്കും. സത്യം പറഞ്ഞാൽ അവർ ആ മാതാപിതാക്കൾ അവിടെ ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സമയത്ത്. അല്ല, ശരിക്കും പഠനത്തിലാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വേണം. പരീക്ഷ വരുമ്പോൾ പല പേരൻസും ഉണ്ട്, അയ്യോ കുട്ടിക്ക് ഇന്ന് മിഡ് ടൈം എക്സാം ആണ്, അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സാം ആണ്. അമ്മയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത് കുട്ടീനെ, മാർക്ക് കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്കാണ് ടെൻഷൻ. ഇതാ ഗുഡ്നസ് TV അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു
ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. കുട്ടിയെ സംബന്ധിച്ചുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ എക്സാമാണ്. എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിക്കണം, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് എഴുതണം അല്ലെ പറയണം, അത്രേ കുട്ടിയുടെ മനസ്സിലുള്ളൂ. പക്ഷെ കുട്ടി കാണുന്നുണ്ട് അമ്മയുടെ വെപ്രാളം മുഴുവനും. അല്ലെ വീട്ടിലൊരു സിറ്റുവേഷൻ, വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു, അയ്യോ നിനക്ക് പരീക്ഷയാണ്, പഠിച്ചില്ലേ എന്ത് പറ്റും, തോറ്റുപോയാൽ അങ്ങനെ പറ്റും. അപ്പൊ ഇവരെ ആന്റിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുവാണ്. ഇത് സാധാരണ ലെവലിലുള്ളേക്കാൾ എന്തോ വലിയ മാരകമായി എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു വലിയൊരു ബ്ലോക്കാണ് വരുന്നതെന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ആ ഒരു ബ്ലോക്കിനെ ഞാൻ മറികടന്നേ പറ്റൂ എന്നുള്ള ഒരു കാര്യം കുട്ടിയിൽ വരുത്തുന്നില്ല. ഇതിന് എതിർ സാക്ഷ്യമാണ്. ഇതിന് മറിച്ച് ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ IPS സാറ് പറഞ്ഞേക്കണത്. അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കാറ്റഗിസത്തിൽ ബാക്കി എല്ലാ കുട്ടികളും ആ ദിവസങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ അലക്സാണ്ടർ IPS സാറും അന്ന് കൊച്ചായിരുന്നപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ചോട്ടെ എന്ന് അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പം പറഞ്ഞ്, നീ കാറ്റഗിസത്തിന് പോയതിന് ശേഷമുള്ള മാർക്ക് ഇവിടെ കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് അദ്ദേഹം ഓർക്കുന്ന കാര്യം ഇതാണ്, തൻ്റെ ജീവിതത്തിൽ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരിൽ കൂടുതൽ ഉന്നതമായ നിലയിലെത്താൻ എനിക്കിപ്പോൾ സാധിച്ചുവെങ്കിൽ ഞാൻ അതിന് നന്ദി പറയുന്നു. അതെനിക്ക് തോന്നി ഇതിനെതിരായിട്ടുള്ളൊരു സാക്ഷി. അതെ, നമ്മൾ ഒരു കുടുംബ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അതായത് ഓക്കെ ഇതും കടന്നു പോകും, ഇതിന് നിനക്ക് കടന്നു പോകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാതെ ഈ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് കോൺസിക്വൻസസിനെ അമിതമായിട്ട് കുട്ടിയിൽ ഇങ്ങനെ കുത്തിവെച്ച് കഴിയുമ്പോൾ കുഞ്ഞതൊരു ആങ്സൈറ്റിയിലേക്ക് പോകും. പിന്നെ നമുക്കറിയാം ചില കുട്ടികൾ ആങ്സൈറ്റി പ്രോൺ ആണ്, കാരണം ജനറ്റിക് ആയിട്ട് കിട്ടിയിരിക്കുന്നു. കൈയൊക്കെ വേർക്കും. അപ്പം നമുക്ക് ഒരൊറ്റ സിംറ്റം കണ്ടുകൊണ്ട് മാത്രം നമുക്കതൊരു ആങ്സൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ വരുമ്പോഴത്തേക്കും അതിന് ഇന്ന കാറ്റഗറി ഇത്ര നാളുകളായിട്ട് അയാളിൽ ഉണ്ടാകണം എങ്കിലേ നമുക്ക് പറയാൻ പറ്റൂ എന്നുണ്ട്. എന്നാലേ ഡയഗ്നോസിസിൽ എന്തെങ്കിലും ഒരു ഡിസോർഡർ ആവത്തില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും. പക്ഷെ ഈ ആങ്സൈറ്റിയെ മറികടന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആർജവത്വമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പം അത് നഷ്ടപ്പെടുന്നവരാണ് ഇതൊരു ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് മാറുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ചില കുട്ടികളോട് അവർക്ക് ജന്മന അല്ലെങ്കിൽ പരീക്ഷനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്ന് ചെയ്താൽ മതി. അങ്ങനെ പോലും നമ്മൾ ചില സമയത്ത് ചില കുട്ടികളോട് അങ്ങനെ പറഞ്ഞാൽ അവർ തീരെ ഇൻട്രസ്റ്റ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള കുട്ടികളോട് നിങ്ങൾക്ക് പറ്റുമ്പോൾ ചെയ്താൽ മതി, നീ പോയി എഴുതി, ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് അവർ കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുത്തുകൊണ്ട് ഓവർകം ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കുകയും ചെയ്യണം. പിന്നെ ഈ ആങ്സൈറ്റി വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇപ്പം കൂടുതലും നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. മാതാപിതാക്കൾ കൊടുക്കുന്നൊരു പ്രഷർ, സ്കൂളുകൾ കൊടുക്കുന്ന ഒരു പ്രഷർ. കാരണം അധ്യാപകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് കുട്ടിയുടെ ഫുൾ A+ ഇരിക്കുന്നത്. ഇത് എത്രമാത്രം കുട്ടിയെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ആങ്സൈറ്റിയിലാണ്. ഇത് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഗുണത്തേക്കാൾ ഉപരിയായിട്ട് ദോഷം വിതയ്ക്കുന്ന ഒരു യൂത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുവജനങ്ങളിലേക്ക്, അതായത് ഇപ്പൊ ഈ എമിഗ്രേഷൻ ഉണ്ട്, അതും ഭയങ്കര ശക്തമായതുകൊണ്ട് അത് വേറൊരു ടെൻഷനാണ്. എന്റെ കൂട്ടുകാർ പോയി, എനിക്ക് പോകാൻ പറ്റും. അവിടെ പോയാലും സ്വർഗരാജ്യം ഉള്ളെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇവിടുത്തെ സ്വർഗരാജ്യം മറന്നുപോയി. കാരണം ഇത് കോമ്പറ്റീഷൻ കൂടുന്നു. കോമ്പറ്റീഷൻ കൂടുകയും ആ എനിക്കുള്ള റിസോഴ്സിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മറികടന്ന് പോകാൻ പറ്റും എന്നൊരു ചിന്ത അവിടെ നിഷ്ഫലമാകുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പം എന്നോട് ഈ അടുത്ത ഒരു കുട്ടി പറയുകയുണ്ടായി, അമ്മ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്, എപ്പോഴും ദേഷ്യപ്പെടുകയാണ് അമ്മ ഇങ്ങനെ. അപ്പം എന്താ കാര്യം ചോദിച്ചപ്പോൾ, നീ അപ്പോൾ പഠിക്കണ്ടാവില്ല നിനക്ക്. അപ്പം അവൾക്ക് എല്ലാ വിഷയത്തിലും ഫുൾ A+ കിട്ടുന്നുണ്ട്, അതിൻ്റെ മാർക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ അമ്മ വഴക്ക് പറയണേ? അല്ല, ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടിയുടെ മാർക്കിൽ ചില വിഷയത്തിൽ അവൾക്ക് കുറഞ്ഞു കൂടി, നീ അത് കൂടി ശരിയാക്കിയിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ ആ വിഷയത്തിൽ നിനക്ക് കൂടുതൽ കിട്ടിയാനില്ലേ? അപ്പൊ അതാ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതിൽ എങ്ങനെയുള്ള. അതുപോലെ തന്നെ ഇത് കുട്ടികൾ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ കൊണ്ടുവരുന്നുണ്ട്. അതായത് തോറ്റാൽ പിന്നെ ജീവിതം ഇല്ല,
തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്ക് പോകാൻ കുട്ടികളെ അനുവദിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ ആങ്സൈറ്റി കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരംതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ വല്ല ഒരു കേസ് ഹിസ്റ്ററി എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഇതിൽ ഞാൻ ഓർത്തു പോകുന്നൊരു കേസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ഒരു കേസാണ്. ആള് വന്നിരിക്കുന്ന അമ്മയുമായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ അമ്മ വന്ന ഉടനെ പറഞ്ഞു, സിസ്റ്ററെ ഒത്തിരിയേറെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയായിരുന്നു, നല്ലൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു ഉദ്യോഗമാണ്. ഒരു 5 മാസമേ ഇവൻ കഷ്ടിച്ച് ജോലിക്ക് പോയിട്ടുള്ളൂ. ഈ 5 മാസം പോകുമ്പോഴും അതിൻ്റെ തീ മൊത്തം ഞാനാണ് തിന്നേക്കുന്നത്. പക്ഷേ ഇപ്പം അവൻ ജോലി ഉപേക്ഷിച്ചു, രാജിവെച്ചു, സോ കോൾഡ് റിസൈൻ ചെയ്ത് കക്ഷി വീട്ടിൽ വന്നിരിക്കുവാണ്. എന്നാൽ വന്നിരുന്നിട്ടും പുള്ളിക്ക് ആ ഒരു എന്താ പറയുന്നത്, ഒരു ആങ്സൈറ്റി ഇല്ലാത്തൊരു കാര്യമല്ല, പിന്നെയും ടെൻഷനാണ്. ഞാൻ ആളെ വിളിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത്, സിസ്റ്റർ കൊച്ചുനാൾ മുതൽ എനിക്ക് ഈ ടെൻഷനുണ്ട്. എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും എനിക്ക് ഭയങ്കര ചങ്കിടിപ്പാണ്. എൻ്റെ ഹാർട്ടൊക്കെ ഇപ്പോൾ താഴെ വീണ് പൊട്ടിപ്പോകുന്നുള്ളൊരു നിലയിലാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുണ്ട്, പറയണ പോലെ ഉള്ളി ബോധമുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ വായൊക്കെ ഡ്രൈ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നും. ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് കാണാൻ പറ്റാത്തത് പോലെ തോന്നും. ആ ഒരു സമയത്ത് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. വയറൊക്കെ ആകെ അപ്സെറ്റായിട്ട് പിന്നെ ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നൊരു ചിന്ത അങ്ങ് കയറി വരും. ആകെ ഒരു വിറയലാണോ പേടിയാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പലപ്പോഴും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും പുള്ളി ചിന്തിച്ചിട്ടുണ്ട്, വോമിറ്റിംഗ് സെൻസേഷൻ, ഒന്ന് ഛർദ്ദിക്കാൻ വരിക, ഓടി എവിടേക്കെങ്കിലും പോവുക, അതുപോലെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. അത്രമാത്രം പേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പം മുഖം കണ്ടാലും മറ്റുള്ളവർക്ക് മനസ്സിലാകും എനിക്ക് അത്രയും പേടിയുണ്ടെന്ന്. അപ്പോൾ PG വരെ പഠിച്ച ഒരു കാലഘട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു, സിസ്റ്ററെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ടെൻഷൻ അടിച്ച് അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം അതുപോലെ അമ്മയുടെ ടെൻഷനാകും, കരച്ചിൽ വരും, ഉറക്കം കിട്ടത്തില്ല, അല്ലെ വിശപ്പില്ല, അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കടന്ന് പോയി PG വരെ പഠിച്ചു. കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ജോലി കിട്ടിയത്. കാരണം ഇൻ്റർവ്യൂവിന് പഠിച്ചിട്ട് പോകും, പുള്ളിക്ക് നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. എപ്പോഴും ഞാൻ തോറ്റു പോകുമോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഉത്കണ്ഠയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ തന്നെ ബാങ്കിൽ കയറി കഴിഞ്ഞിട്ടും അവിടെ ഓരോ ദിവസവും ടാർഗറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പോകുന്ന വഴിക്കൊക്കെ പുള്ളി കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെ തോന്നുക, വണ്ടി സൈഡിലാക്കി ഇടുക, കുറച്ചു നേരം അവിടെ ഇരിക്കും, പിന്നെ കരച്ചിൽ വരും. അപ്പോൾ ആകെ ഒരു ടെൻഷനായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എല്ലാ ദിവസവും ചിന്തിക്കും, തലേദിവസം കിടക്കുമ്പോൾ ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും ചിന്തിക്കരുത്, വേറെ ഒരു പ്രശ്നവും ഇല്ല, എനിക്കിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറച്ച് നേരത്തേക്ക് പുള്ളി ഓക്കെയാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് തന്നെയാണ് പേടി. ഈ ഉള്ളിലൊരു എന്നോട് പറഞ്ഞ സോ കോൾഡ് നമ്മൾ അരയ്ക്കണ കല്ല് എടുത്തൊരു തലയിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു രീതിയാണോ അതാണ് എനിക്ക് എല്ലാ സമയവും. എൻ്റെ ശരീരത്തിലും എൻ്റെ തലയിലും വലിയൊരു ചുമടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു അവസ്ഥ ഇല്ല സിസ്റ്ററെ. എപ്പോഴും ഈ ഒരു ടെൻഷനാണ്. ഈ ടെൻഷൻ കൊണ്ട് തന്നെ എനിക്ക് ശരീരം മൊത്തം എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബോഡി പെയിൻ ആകും. അപ്പോൾ എവിടെയെങ്കിലും, അതായത് ഡോക്ടേഴ്സിനെയൊക്കെ കൊണ്ട് കാണിക്കും. അപ്പോൾ അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട് കക്ഷിക്ക്. അപ്പോൾ അതിനും കൊണ്ട് ഡോക്ടറെ കാണിക്കും, മരുന്ന് കഴിക്കും, ഇങ്ങനെ പോകും. പക്ഷെ ഒരു ഫ്രീ ആയ ഒരവസ്ഥ എനിക്കില്ല. അപ്പം ഞാൻ ഓർത്ത് ഇത്രയും വലിയ ഒരു പ്രശ്നമാണല്ലോ ഈ ബാങ്കിലെ ഉദ്യോഗം എന്ന് പറയുന്നത്, നമ്മൾ നല്ല റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തിയേക്കാം എന്നോർത്തതാണ്. അങ്ങനെയാണ് ഞാൻ. പക്ഷേ എൻ്റെ സഹപ്രവർത്തകരൊക്കെ എന്നോട് പറഞ്ഞു, നിർത്തരുത്, ഇത്രയും നല്ലൊരു ജോലി നിനക്ക് കിട്ടിയിരിക്കുന്നതാണ്, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം. പക്ഷേ പറ്റുന്നില്ല സിസ്റ്ററെ, ഞാൻ റിസൈൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ സിമ്പതി അല്ലേ ഉണ്ടാവുന്നത്? ആണ്. ശരിക്കും ഈ ആങ്സൈറ്റി ഉള്ളവർ നമ്മുടെ ഇടയ്ക്കയിൽ വന്ന് അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ശരിക്കും അവരോട് തോന്നുന്ന ഒരു അനുകമ്പയുണ്ട്. കാരണം അവരും ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കണം, ഇവർക്കൊരു സ്വസ്ഥത കിട്ടണം, ഒരു ഈസി ആയിട്ട് മറ്റുള്ളവരൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പറയുകയാണ്, എൻ്റെ വീട്ടിലാണെങ്കിലും മുതിർന്ന 2 സഹോദരങ്ങളുള്ളൂ, അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും എത്ര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്.
അപ്പം എല്ലാ ദിവസവും ഇത് ഓർക്കുമ്പോൾ തന്നെ പുള്ളിക്കൊരു വിഷമമാണ്. എന്നിട്ട് പുള്ളി പറയുന്നത് എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു വിഷയത്തിലാണോ പ്രശ്നം? അതായത് ഇപ്പം ഇന്ന് ബാങ്കിൽ ചെന്ന് പെർഫോം ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണോ? അല്ല, വീട്ടിൽ ചുമ്മാതെ നിന്നാലും എന്തോ ഒരു ടെൻഷനാണ്. അപ്പോൾ ആ ഒരു സിംറ്റംസും കേസ് ഹിസ്റ്ററി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ്. സിസ്റ്റർ, അപ്പോൾ ഇങ്ങനെയുള്ളവര് എല്ലാം തുറന്നു പറയൂ ഈ ഉത്കണ്ഠ മൂലം? ഇപ്പം ഈ ഒരു കേസിൽ തന്നെ വന്നു, അമ്മയെ പുറത്തേക്ക് ഇരുത്തിയപ്പോഴത്തേക്ക് തന്നെ പുള്ളി ഇങ്ങനെ വിറയ്ക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ടെൻഷനുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട്, എനിക്ക് ഇതെല്ലാം സിസ്റ്ററിനോട് പറയാൻ പറ്റുമോ എന്നറിയില്ല. അപ്പം നമുക്കറിയാമല്ലോ, ഒരു കണ്ടീഷൻ നമുക്കറിയാം. അതായത് ഒരു സൈക്കോളജിക്കലി ഒരാൾ ഡിസ്റ്റർബൻസ് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുവാണ്. ഞാൻ കംഫർട്ടാക്കി ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാതെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ പതുക്കെ കംഫർട്ടാക്കി. അതിനുശേഷം പതുക്കെ പറയാൻ തുടങ്ങി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വിൽക്കും. നേരത്തെ ചോദിച്ച പോലെ വിക്കി പോയിട്ട് പറയും, സിസ്റ്റർ എനിക്കത് പറയാൻ കിട്ടണില്ല, എനിക്ക് ടെൻഷൻ ആവുക. അപ്പോൾ പറഞ്ഞു തീർത്തത് തന്നെ കുറച്ച് സമയങ്ങൾ എടുത്തിട്ടാണ്. ഇങ്ങനെയുള്ള കേസുകൾ സിസ്റ്ററിൻ്റെ അനുഭവത്തിൽ ഇത് ഇടപെട്ടതുകൊണ്ട് നമുക്ക് അവർക്കൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ചെയ്യാനും അവരെ വീണ്ടും മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിപ്പിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തക്ക വിധത്തിൽ നമുക്ക് അവരെ സുഖപ്പെടുത്തി നേർവഴിക്ക് അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണോ? അതോ അത് വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല, സാധിക്കില്ല, അങ്ങനത്തെ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? സാധിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം സാധിക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആങ്സൈറ്റി നമ്മളെപ്പോഴും ഫിസിയോളജിക്കൽ കണ്ടീഷൻ കൂടി കമ്പൈൻ ചെയ്ത് വേണം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ കൂടുതലും നമ്മൾ റിലാക്സേഷൻ മെത്തേഡ്സാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു എക്സ്പോഷർ മെത്തേഡ്സ്, അതായത് ഇവർക്ക് ഈ ആങ്സൈറ്റി ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിലേക്ക് അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ്, അതായത് ഒരു മിനിമൈസ്ഡ് ഗ്രേഡിൽ നമ്മൾ ഇവരെ കടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ഇവരെ റിലാക്സ് ആക്കി അതിനെ റീഅഷ്വറൻസ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു. ഒപ്പം തന്നെ സിസ്റ്റർ, ഇപ്പോഴത്തെ ഈ ഉത്കണ്ഠയൊക്കെ കൂടി വരുന്ന കാലഘട്ടത്തിലേ ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ ധ്യാനോ അല്ലെങ്കിൽ യോഗയോ ഒരു സെൽഫ് കോൺഷ്യസ് ലെവലിലേക്ക് എത്തുന്ന പല കാര്യങ്ങൾ, ആത്മശോധന, അങ്ങനത്തെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കുഞ്ഞുനാളുകൾ തൊട്ടേ എല്ലാവരെയും പഠിപ്പിക്കണം. ഇനിയിപ്പോൾ മുതിർന്നവരടക്കം ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വെച്ചാൽ, കാരണം നമ്മളൊരു ഓടുന്ന യുഗത്തിൽ, വളരെ മത്സര ബുദ്ധിയോടുകൂടി ഓടുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുമ്മാതെ ഇരിക്കാം എന്നോർത്താൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ ഒന്ന് ശാന്തമാക്കിക്കൊണ്ട് നമ്മുടെ ഒരു ആത്മാവിനെയൊക്കെ ഒന്ന് ഉണർത്തി നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ഈ ആങ്സൈറ്റി ഡിസോർഡറിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ധ്യാന മെത്തേഡുകളുണ്ട്. ശാന്തമായിട്ടിരുന്ന് നന്നായിട്ട് ശ്വാസം വലിച്ച് മുഴുവൻ ഇങ്ങനെ സമർപ്പിച്ച് ഒരല്പസമയം ഇരിക്കുന്നത് തന്നെ ഉത്കണ്ഠയൊക്കെ മാറും. അവള് സാധാരണ ഇങ്ങനെ ആങ്സൈറ്റി ഡിസോർഡർ, പ്രത്യേകിച്ച് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിലൊക്കെ നമ്മൾ റിലാക്സേഷൻ മെത്തേഡ്സ് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ബേസിക് തലം തന്നെ ഒരു ഡീപ്പ് ബ്രീതിങ് മെത്തേഡ്സ് ആണ്. നമ്മൾ ശാന്തമാകും. അത് ഒന്ന് ശാന്തമായി ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയേഴ്സ്, അത് നമ്മൾ അവരിൽ നിന്ന് മാറ്റി. ഇപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടായി, തോൽവി സംഭവിച്ചു, ഓക്കെ, നമ്മൾ മനുഷ്യരാണ്, സംഭവിക്കാം. അപ്പൊ സംഭവ്യമാണത്, എന്നാലും എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാത്തിൻ്റെ അങ്ങ് മാക്സിമം ഒരു 100% വിജയിച്ചിരിക്കും എന്നൊന്നും നമുക്ക് ആർക്കും ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു ചിന്താ രീതിയിലുള്ളൊരു കുടുംബാന്തരീക്ഷം, ഒരു വിദ്യാഭ്യാസ മേഖല ഇത് ഉയർന്നു വന്നാലേ നമുക്ക് ശരിക്കും ഈ ആങ്സൈറ്റി ഡിസോർഡറുകളെയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്കുണ്ടായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച ഇതേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.